പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോണത് കഥ ഒരു നമ്മുടെ നന്നായി പഠിക്കുന്ന ഒരു പയ്യൻ. അവനൊരു അമ്മയാണ് അവനെ പഠിപ്പിക്കുന്നത്. അമ്മയ്ക്ക് അച്ഛനെ ഭർത്താവില്ല, ഭർത്താവ് മരിച്ചുപോയി. ആകെയുള്ള മകനാണ്, ആകെയുള്ള പ്രതീക്ഷ പിന്നിൽ എന്നാണ്. ഒരുപാട് കൂലിപ്പണി ചെയ്തും പാടത്ത് പണി ചെയ്തും തൊഴിലുറപ്പ് പണിയൊക്കെ ചെയ്തിട്ട് അവനെ പഠിപ്പിക്കുന്നത്. ഇവനാച്ചാൽ ഇവിടെ നിന്നൊക്കെ നല്ല ക്ലാസ്സിൽ പാസ്സായി. ഇനി അവന് പഠിക്കേണ്ടത് എവിടെയാണ്? ടൗണിലാണ്. ടൗണിൽ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരുപാട് പൈസ വേണം. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കണം, ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ ഫീസ് കൊടുക്കണം. ഇവനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇവന് ഭയങ്കര ഇഷ്ടം പഠിക്കാനായിട്ട്. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് അവിടെ നിന്നൊക്കെ കടം മേടിച്ച് ഇവനെ ടൗണിലെ കോളേജിൽ ചേർത്തി. അങ്ങനെ അവൻ അവിടെ ചെന്ന് കോളേജിൽ ചേർന്ന് പഠിക്കാൻ. അവിടെ മിക്സഡ് കോളേജാണ്. അവിടുത്തെ ആൾക്കാരെ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ എന്ന് പറയുക ലേഡീസുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയുള്ള വീട്ടിൽ നിന്ന് വരുന്നവരാണ്. അവരൊക്കെ ഭയങ്കര ആർഭാടമായിട്ട് ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അയച്ചു തരുന്ന കാശ് എത്ര കഷ്ടപ്പെട്ടാലും ഇവൻ്റെ പഠിപ്പും കാര്യങ്ങളായിട്ട് തികയില്ല. അപ്പോൾ ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ പഠിച്ചു കഴിഞ്ഞിട്ട് രാത്രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തട്ടുകടയുണ്ട്. ഇവൻ അത്യാവശ്യം നന്നായി ഭക്ഷണം വയ്ക്കാനും കാര്യങ്ങളൊക്കെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ പണിക്ക് പോകുമ്പോൾ ഇവനാണ് വീട്ടിലെ എല്ലാ ഭക്ഷണങ്ങളും കാര്യങ്ങളും വയ്ക്കുന്നത്. അപ്പോൾ നല്ല കൈപ്പുണ്യമാണ്. അവിടെ ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിലത്തെ കുക്കായിട്ട് കയറി ഇവൻ അവിടെ. അപ്പോൾ പാർട്ട് ടൈം ജോലി. അപ്പോൾ അവിടെ നിന്ന് ഒരു പൈസ കിട്ടും. വൈകുന്നേരം ഉറക്കമില്ല, എന്നിരുന്നാലും അവിടെ നിന്ന് പൈസ കിട്ടും. അങ്ങനെ ഇവൻ ജീവിച്ചു പോണത്. അവിടെ ഒരു 3 പെണ്ണുങ്ങളുണ്ട്. ആ കോളേജിലെ ഏറ്റവും വലിയ മേട്ടകളാണ്. വലിയ പൈസക്കാരാണ്. ഒക്കെ വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും ജഡ്ജിയുടെയും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മക്കളാണ് ഈ 3 പേരും. 3 പേരാണ് അവിടുത്തെ ഏറ്റവും വലിയ ദാതകൾ. അപ്പോൾ അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആണുങ്ങളായിട്ട് അവർക്ക് പല ബന്ധങ്ങളുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസായിട്ടും ബന്ധങ്ങളുണ്ട്. കംപ്ലീറ്റും കമ്പി കേസുകളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ദിവസം ഇവൻ ആ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇവളെ കാണാറുണ്ട്, പക്ഷെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ 3 പെണ്ണുങ്ങൾ കൂടിയിട്ട് ആ തട്ടുകടയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവൻ അവിടെ പണിയെടുക്കുന്നത് അവർ കാണുന്നത്. കണ്ടോട് കൂടിയിട്ട് ഇവനെ വിളിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താണ് നിന്നെ കോളേജിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, എന്താണ് ഇവിടെ ജോലി ചെയ്തിട്ടാണോ? അപ്പോൾ പറഞ്ഞു, വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ തട്ടുകടയിൽ ജോലി ചെയ്തതിൻ്റെ കാശും കൂടി കിട്ടിയാലാണ് എനിക്ക് പഠിപ്പും മറ്റുള്ള ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അവർ വലിയ സിമ്പതി തോന്നി. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളിവിടെ അടുത്ത് കോളേജിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, നീ നാളെ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവൻ ആ ഫ്ലാറ്റിൽ വന്നു. ഫ്ലാറ്റിൽ വന്നിട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഭക്ഷണം വയ്ക്കണമെന്നുണ്ട്, കഴിക്കണമെന്നുണ്ട്, പക്ഷേ നല്ലൊരു കുക്കിനെ കിട്ടാനില്ല. പല കുക്കുമാരും നമ്മളിവിടെ പരീക്ഷിച്ചു, പക്ഷേ അവരൊന്നും ചുവായില്ല. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഹോസ്റ്റൽ ഫീസ് ലാഭമാവും, ഇവിടെ നിനക്ക് താമസിക്കാം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ഭക്ഷണം ഉണ്ടാക്കി തരാം. അങ്ങനെ നിനക്ക് ഇവിടെ കുക്കായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. അവന് വലിയ സന്തോഷമായി. പിന്നെ അപ്പോൾ ആ 3 പേരിൽ ഇവന് ഒരു ഗ്യാങ്ങായി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെ പോയി ഭക്ഷണം കഴിച്ചാലും ഇവന് ഭക്ഷണം കൊടുക്കും. സിനിമയ്ക്ക് പോകാൻ വെച്ചാലും ഇവനെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാത്തിനും ഇവനെ കൂട്ടുകൂട്ടുക അവർ. അപ്പോൾ ഇവനും അവരെ കഴിക്കുന്ന ഫുഡുകളും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളും അവരെ കൂടെ താമസം ഇവന് ഭയങ്കര ഹാപ്പിയായി. ഇവൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടന്നു പോകും. അതുപോലെ തന്നെ ഇവർ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വെച്ചാലോ ഇഷ്ടം പോലെ സാധനങ്ങൾ മട്ടൻ കിട്ടനൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവൻ വെച്ച് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര ഗംഭീരമായിട്ട് വെച്ച് കൊടുക്കുക. അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഏറ്റവും ഇഷ്ടമായി ഇവൻ വയ്ക്കുന്ന അത്ര സ്വാദുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരായിട്ട് അത്രയും വലിയൊരു ടീമായിട്ട് നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ 3 പെണ്ണുങ്ങൾക്ക് അതിലൊരു പെണ്ണെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, അതേ നമ്മൾ പുറത്ത് പോയി പല പരിപാടികളും ചെയ്യുന്നുണ്ട്, നമ്മുടെ കുക്കിനെ നമുക്കൊരു ദിവസം ഒന്ന് ഉപയോഗിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റ് 2 പെണ്ണുങ്ങളും പറഞ്ഞു, അതേ ഇതിപ്പോൾ അവനോട് എങ്ങനെ പറയാം, നമ്മൾ ഒന്നുമില്ലെങ്കിൽ അവൻ നമ്മുടെ കോളേജിൽ പഠിക്കുന്നതാണ്, ഇനി ഇത് പറഞ്ഞ് അവന് വിഷമിച്ചാലോ, പക്ഷെ അവനെ സെറ്റ് ചെയ്യേണ്ട കാര്യം നീ ഏൽക്കണം എന്ന് പറഞ്ഞിട്ട് അതിലത്തെ ഒരു മാറ്റയുണ്ട്. അവളോട് പറഞ്ഞു ഞാൻ സെറ്റ് ചെയ്തോളാം, ഒരു കുഴപ്പമില്ല, അവനായിട്ട് പരിചയപ്പെട്ടോളാം. അവൾ അങ്ങനെ റൂമിൽ കയറിയിരുന്നു. റൂമിൽ കയറിയിട്ട് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒരു 2 ഗ്ലാസ് ഹോർലിക്സ് കലക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഇവൻ പോയി നല്ല പാലൊക്കെ ഇട്ട് ഹോർലിക്സ് കലക്കി ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തു. അത് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇത്രയും നാൾ തന്ന പോലെയല്ല, നിനക്ക് ശമ്പളം ഞങ്ങൾ കൂട്ടി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, നിൻ്റെ സേവനം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അതുകൊണ്ട് ശമ്പളം കൂട്ടി തരാൻ നിശ്ചയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ വലിയ സന്തോഷമായി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് മുതൽ ഞാൻ പറയണ ഒരു ജോലിയും കൂടി നിനക്ക് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണതെല്ലാം നീ ചെയ്യണം. അല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, അതല്ല, ഞാൻ പറയുന്ന ഒരു പുതിയൊരു ജോലിയുണ്ട്, അതും കൂടി നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്താണ് ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു,
ഇപ്പോൾ നീ ഹോർലിക്സ് കൊണ്ടുവന്നില്ലേ, അത് നീ കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അത് കുടിച്ചു, ഇവളും കുടിച്ചു. മറ്റൊരു കുപ്പി ബീർ കൊണ്ടുവച്ചു. ഇതൊരു കുപ്പി ബീറാണ്. അപ്പോൾ ഈ ഒരു കുപ്പി ബീർ ഞാൻ എൻ്റെ യോനിയിൽ ഒഴിക്കും, നീ അത് ചപ്പി കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ അത് ശരിയാവില്ല, അത് എങ്ങനെയാണ്, അതെനിക്ക് നടക്കില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ നിനക്ക് ഇവിടെ ജോലിയും ഇല്ല, നിന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് വരെ നിങ്ങൾ പുറത്താക്കും. ഇപ്പോൾ നീ ഇത് ചെയ്താൽ നിനക്കിനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകേണ്ടി വരില്ല, നിനക്കിനിപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ പൈസ നിനക്ക് കോളേജിൽ ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടം അതാണ്, ഇത് ചെയ്ത് നീ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഗത്യന്തരമില്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ വല്ല ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ഇവൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുപ്പി ബീർ ഓയിലൊഴിച്ചിട്ട് ഇവനും കൊണ്ട് ചപ്പി കുടിപ്പിച്ചു. അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമായി. ഇത് കണ്ട് ഇവിടെ സെറ്റായി എന്നുള്ള അറിഞ്ഞിട്ട് മറ്റ് 2 കൂട്ടുകാരികളും കൂടി റൂമിൽ വരിക. റൂമിൽ വന്നോടുകൂടിയിട്ട് ഇവൻ ആകെ ഞെട്ടി, ഇവരിവിടെ കണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ പ്ലാനിങ് ആണ്, ഞങ്ങൾ തുടക്കം വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിനക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങൾ 3 പേരെയും നിനക്ക് സൂചിപ്പിക്കേണ്ട കാര്യം നിൻ്റെ കയ്യിലുള്ള ഉത്തരവാദിത്തം, അതിന് നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, അതന്നെ ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നീ ഇത്രയും സെറ്റപ്പായി നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി പുറത്ത് പോയിട്ട് കൂടുതൽ ആൾക്കാരെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ തന്നെ ആയാൽ മതിയല്ലോ, നീ തന്നെ ആയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു 3 പേരും കൂടി ആകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ഓരോ ഹാബിറ്റുകളുള്ളൂ, ഇൻ്റർകോഴ്സിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹാബിറ്റുകളാണ്. ഇപ്പം ഞാൻ ബീർ ഒഴിച്ചു, അവൾ ചിലപ്പോൾ തേനൊഴിച്ചിട്ടുണ്ടാവും, തേനൊഴിക്കും. അതുപോലെ തന്നെ മറ്റോട് ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിക്കും. ഇത്രയൊക്കെയുള്ളൂ, അതുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം അവനും ഇതിലങ്ങോട്ട് ലയിച്ചു പോയി. അതേപോലെ തന്നെ ഇവനെ പൊടികളും കിടികളൊക്കെ കൊടുത്ത് ഇവനെയും അവരെ ഗാങ്ങിലേക്കുള്ള ആളാക്കി മാറ്റി. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പുമില്ല, സ്കൂളിൽ കോളേജിൽ പോക്കുമില്ല. ഇവൻ്റെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം എൻ്റെ ജീവിതത്തിലുള്ളൂ. ഇവന് പിന്നെ കുടുംബം നോക്കലുമില്ല, അമ്മേനെ വിളിക്കലുമില്ല, ഒന്നുമില്ല. ഇവന് പഠിപ്പൊന്നുമില്ലാത്ത ഇവന് ആകെ ഈ ഒരു സെക്സ് ഇങ്ങനെ ചെയ്യണം മാത്രം ഒരു ഇതുള്ളൂ. ആ നിലയ്ക്ക് ഇവനെ ആക്കിയെടുത്തവർ. അവർക്ക് പിന്നെ ഏതൊക്കെ ഇഷ്ടത്തിൽ ഏതൊക്കെ രീതിയിൽ പുതിയ വെറൈറ്റികൾ കണ്ടുകൊണ്ട് ഇവനെ കൊണ്ടുവന്ന് ചെയ്യിക്കലാണ് ഇവരെ പരിപാടി. ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ഭയങ്കര ആർത്തി. അങ്ങനെ ഈ കുട്ടിയുടെ കംപ്ലീറ്റ് പഠിപ്പും പോയി, അതുപോലെ തന്നെ കോളേജിലേക്കും പോകാണ്ടായി. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് ഇവൻ അഡിക്റ്റ് ആവുകയും ചെയ്തത്. അതോടുകൂടിയിട്ട് ഇവനെ നാട്ടിലേക്കും പോക്കില്ലാണ്ടായി, അമ്മ വിളിച്ചപ്പോൾ അങ്ങോട്ടും പോക്കില്ലാണ്ടായി. പിന്നെ ഇവരായിട്ടുള്ള സകല കാമക്കേളികളും ഇവനെ കോളേജിൽ പോക്കും നിർത്തി. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു കോളേജിലൊക്കെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെയുള്ള കാശുകാരും മറ്റുള്ള ആൾക്കാരും സ്ത്രീകൾ അവർക്ക് അവരുടേതായുള്ള ഇഷ്ടം പോലെ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ വലിച്ചഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മളതിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയും പോയി, പഠിപ്പും പോയി, അമ്മയുടെ സ്വപ്നങ്ങളും തകർന്നു പോയി. അങ്ങനെയാണ് ഈ പയ്യൻ്റെ ഗതി ഉണ്ടായെന്ന് പറയാം. അപ്പോൾ ബാംഗ്ലൂർ, ഡൽഹി, അതുപോലെ വലിയ മെട്രോ സിറ്റികളിൽ നടന്ന ഒരു കഥ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.